Good morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഇതാണ്. Evaluate double integral r 3x minus 2y dA where r is the region enclosed by the circle x square plus y square equal to 1. ഡിസംബർ 2023 കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. അപ്പൊ ഈ ഒരു പ്രോബ്ലം നമ്മൾ പോളാർ ഫോമിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിവിടെ ചെയ്യുമ്പോൾ x ഈക്വൽ ടു എന്താണ് r cos തീറ്റ, y is equal to r sin തീറ്റ, അതുപോലെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ, ഡി എ ഈസ് ഈക്വൽ ടു ആർ ഡി ആർ ഡി ടി. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കും. പോളാർ ഫോമിൽ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ എക്സിന് പകരം ആർ കോസ് തീറ്റ കൊടുക്കണം, വൈക്ക് പകരം ആർ സൈൻ തീറ്റ കൊടുക്കണം, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആർ സ്ക്വയർ കൊടുക്കണം, ഡി എക്ക് പകരം ആർ ഡി തീറ്റ കൊടുക്കണം. അപ്പൊ തന്നിരിക്കുന്ന പ്രോബ്ലം നമ്മൾ ഡബിൾ ഇന്റഗ്രൽ 3 ഇൻറ്റു എക്സിന് പകരം ആർ കോസ് തീറ്റ മൈനസ് 2 into y ക്ക് പകരം r sin തീറ്റ, dA ക്ക് പകരം എന്താണ് r dr d തീറ്റ. ഇനി നമുക്ക് r ന്റെ തീറ്റയുടെ ലിമിറ്റ് കണ്ടുപിടിക്കണം. ലിമിറ്റ് കണ്ടുപിടിക്കാൻ ഒരു സർക്കിൾ ആണ് പറഞ്ഞിട്ടുണ്ട്. സർക്കിൾ x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. ഒരു യൂണിറ്റ് സർക്കിൾ ആണ്. അപ്പൊ സെന്റർ 0 0 ആണ്, റേഡിയസ് 1 ആണ്. അപ്പൊ അങ്ങനെയാകുമ്പോൾ റേഡിയസ് r varies from 0 to 1. റേഡിയസ് r varies from 0 to 1. സർക്കിൾ ആയതുകൊണ്ട് ഇവിടെ തീറ്റ 0 to 2π. അപ്പൊ r ന്റെ തീറ്റയുടെ ലിമിറ്റ് കിട്ടി. ഇനി നമുക്ക് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആദ്യം r വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ 0 to 2π ഇന്റഗ്രൽ 0 to 1. ഇവിടെ നമുക്ക് ഈ രണ്ടിലുള്ള r പുറത്തെടുത്ത് കഴിയുമ്പോൾ 3 cos തീറ്റ മൈനസ് 2 sin തീറ്റ ഇൻറ്റു ഈ r പുറത്തോട്ട് വന്നു r സ്ക്വയർ dr then d theta. ഇന്റഗ്രേഷൻ ചെയ്യാൻ പാകത്തിന് നമ്മൾ 3r cos തീറ്റ മൈനസ് 2r sin തീറ്റയിൽ നിന്ന് r നമ്മൾ പുറത്തേക്ക് എടുത്തു. അപ്പോൾ ഇവിടെ 3 cos തീറ്റ വന്നു, ഇവിടെ 2 sin തീറ്റ വന്നു. ഈ r പുറത്ത് വന്ന r ഉം r കൊണ്ട് മൾട്ടിപ്ലൈ r സ്ക്വയർ വന്നു. ഇനി നമുക്ക് അത് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ 0 to 2π 3 cos തീറ്റ മൈനസ് 2 sin തീറ്റ, ഇവിടെ r സ്ക്വയർ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ r ക്യൂബ് ബൈ 3, ലോവർ ലിമിറ്റ് 0 അപ്പർ ലിമിറ്റ് 1 d തീറ്റ. ഇനി r ന്റെ ലിമിറ്റ് കൊടുക്കുക. ഇവിടെ 1/3 നമ്മൾ പുറത്തേക്ക് എടുത്തു. ഇന്റഗ്രൽ 0 to 2π 3 cos തീറ്റ മൈനസ് 2 sin തീറ്റ ഇൻറ്റു r ന് 1 കൊടുക്കുമ്പോൾ 1 വരും. ലോവർ ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ തീറ്റ വെച്ചതിന് ഇന്റഗ്രേറ്റ് ചെയ്യാം. തീറ്റ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1/3 ഇൻറ്റു 3 cos തീറ്റ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 3 sin തീറ്റ, cos തീറ്റയുടെ ഇന്റഗ്രൽ sin തീറ്റ മൈനസ് sin തീറ്റയുടെ മൈനസ് cos തീറ്റയാണ്. അപ്പൊ പ്ലസ് 2 cos തീറ്റ then 0 to 2π. അപ്പൊ നമ്മൾ ഇന്റഗ്രേഷൻ പാർട്ട് കഴിഞ്ഞു. ഇന്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3 sin തീറ്റ പ്ലസ് 2 cos തീറ്റ 0 to 2π. ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 1/3 ഇൻറ്റു ഇവിടെ തീറ്റയ്ക്ക് ടൈം 2π കൊടുക്കുമ്പോൾ sin 2πയുടെ ആൻസർ 0 ആണ്, പ്ലസ് cos 2πയുടെ ആൻസർ 1 ആണ്, മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ sin 0 0 ആണ്. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 0 കൊടുക്കുമ്പോൾ പ്ലസ് 2. therefore 2 minus 2, therefore answer will be 0. നമുക്ക് അവസാനം കിട്ടുന്ന ആൻസർ എത്രയാണ്? 0 എന്നാണ് നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടുന്നത്. അപ്പൊ ഈ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തത് പോളാർ ഫോമിലാണ് ചെയ്തത്. പോളാർ ഫോമിൽ ചെയ്യുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട അത്യാവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? എക്സ് എന്നുള്ളത് ആർ കോസ് തീറ്റ എന്ന് ഓർത്തിരിക്കണം, വൈ എന്നുള്ളത് ആർ സൈൻ തീറ്റ, ഡി എ എന്നുള്ളത് ആർ ഡി തീറ്റ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ളത് ആർ സ്ക്വയർ എന്ന് എടുക്കാം. അപ്പൊ തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ എക്സിനും വൈക്കും നമ്മൾ ആർ കോസ് തീറ്റ എന്നും ആർ സൈൻ തീറ്റ എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 3r cos തീറ്റ മൈനസ് 2r സൈൻ തീറ്റ. 3r cos തീറ്റ മൈനസ് 2r സൈൻ തീറ്റ. ഇനി നമുക്ക് ആറിന്റെ തീറ്റയുടെ ലിമിറ്റ് കിട്ടണം. ലിമിറ്റ് കിട്ടാനായിട്ട് ഇവിടെ എൻക്ലോസ്ഡ് ബൈ ദ സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്നാണ്. അപ്പൊ സർക്കിൾ ആകുമ്പോൾ ഇതൊരു യൂണിറ്റ് സർക്കിൾ ആണ്. സെന്റർ 0 0 ആണ്, റേഡിയസ് 1 ആണ്. അപ്പൊ r varies from 0 to 1. r ന്റെ ലോവർ ലിമിറ്റ് 0 ആവും, അപ്പർ ലിമിറ്റ് 1 ആവും.
അപ്പൊ ആറിന്റെ ലോവർ ലിമിറ്റ് കിട്ടി, അപ്പർ ലിമിറ്റ് കിട്ടി. ഒരു സർക്കിൾ ആകുമ്പോൾ തീറ്റ വേരിയസ് ഫ്രം 0 to 2π. അപ്പൊ തീറ്റയുടെ ലിമിറ്റ് കിട്ടി. ഇനി നമുക്ക് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇത് ആദ്യം തന്നെ ഇതിൽ കോമൺ ആയിട്ടുള്ള 6 പുറത്തെടുത്തു. അപ്പൊ 3 cos θ minus 2 sin θ into r square dr dθ എന്ന് വന്നു. ആദ്യം 6 വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ r³ 3. ആ 1/3 നമ്മൾ പുറത്തേക്ക് ഇട്ടു. 3 cos θ minus 2 sin θ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1 into dθ. ഇനി അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ തീറ്റ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യണം. തീറ്റ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ cos θ ഇന്റഗ്രേറ്റ് sin θ വരും. ഈ sin θ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് cos θ മൈനസ് മൈനസ് പ്ലസ് വരും 2 cos θ. ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ 1/3 3 sin θ പ്ലസ് 2 cos θ എന്ന് കിട്ടും. ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് 2π. അപ്പർ ലിമിറ്റ് കൊടുക്കുക 1/3 3 sin θക്ക് വരും 2π കൊടുക്കുമ്പോൾ sin 2πയുടെ വാല്യൂ എത്രയാണ്? sin 360 എന്ന് പറഞ്ഞാൽ 0 ആണ്. 0 2 cos 2π. cos 2π എത്രയാണ്? 1 ആണ്. പ്ലസ് 2 മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴോ ഇവിടെ sin 0 0 ആണ്. ഇവിടെ എന്താണ്? നമുക്ക് 2 എന്ന് കിട്ടും. അപ്പൊ ഈ 2 മൈനസ് 2 ക്യാൻസൽ ആയി പോയി കഴിയുമ്പോൾ ആൻസർ, ഫൈനൽ ആൻസർ വിൽ ബി 0. ഫൈനൽ ആൻസർ നമുക്ക് 0 എന്ന് കിട്ടും. ഈ ഡിസംബർ 2023 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങളോട് ചോദിച്ചാണ് കേട്ടോ. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ. കണ്ടോ, ഇതേപോലത്തെ പ്രോബ്ലംസ്, എളുപ്പമുള്ള പ്രോബ്ലം ഒക്കെ പരീക്ഷയ്ക്ക് വരും. നമുക്ക് കിട്ടുന്നത് എത്ര മാർക്കാണ്? 7 മാർക്കാണ്. നമുക്ക് ഇത്രയും കാര്യം ചെയ്താൽ ആൻസർ കിട്ടും കേട്ടോ. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ.